എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദൂസ് ലൈഫ് സ്റ്റൈൽ. ഈ കാനഡയിലെ മഞ്ഞുകാലം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ ഐസ് വീണ് കിടക്കുകയാണ്. അതായത് സ്നോഫോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സ്നോഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞാനൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ചൊന്ന് മഞ്ഞ് വീഴ്ച മാറിയപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് മുഴുവൻ വീണ് കിടക്കുന്ന മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ശരിക്കും പൂഴി ഒക്കെ ഡെസേർട്ട് പോലെ ഇല്ലേ, പക്ഷേ ഇത് മുഴുവൻ മഞ്ഞ് ഐസ് വീണ് കിടക്കുവാണ്. അപ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനും അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി റോഡിലുള്ള ഐസൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ നടക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ ബൂട്ടും ഡ്രസ്സും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇത് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നല്ല രസമുള്ളൊരു സംഭവമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ശരിക്കും ഈ മഞ്ഞ് ഉരുകാതെ ഈ തണുപ്പിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് ഈ മഞ്ഞൊന്നും ഉരുകുന്നില്ല. നമ്മൾ കയ്യിലെടുത്ത് കളിക്കുമ്പോഴും ഒരു പൂഴി വരുന്ന പോലെ ആണ് നമുക്ക് തോന്നുന്നത്. നടക്കാനും കുറച്ച് അത്തരം ബൂട്ടുകളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ സ്ലിപ്പായി വീഴും, നടക്കാൻ പറ്റില്ല, കാല് മരവിച്ച് പോവും. പ്രത്യേകതരം ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുപോലെ നല്ല ഡ്രസ്സുകളും. ഇപ്പം മഞ്ഞ് വീഴ്ച മാറിയിരിക്കുകയാണ്. പക്ഷേങ്കിൽ എന്നാൽ പോലും അതൊന്നും ഉരുകി പോകുന്നില്ല. നമുക്കത് അങ്ങനെ കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒരു പീസ് ഐസ് വീണ 5 സെക്കൻഡിനകം അത് ഉരുകിപ്പോവും. ഇത് അങ്ങനെയല്ല. അതാ കണ്ടില്ലേ, നിറയെ പൂഴി വാരി എറിയുന്ന പോലെ നമുക്ക് വാരി എറിയാൻ പറ്റുക. കാറ്റുണ്ട്. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഇത് ഈ ഒരു മഞ്ഞൊക്കെ മാറിയിരിക്കുന്ന ഒരു സമയത്താണ് ഇതിപ്പോൾ കാണുന്നത്. ഐസ് സ്കേറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തറ മുഴുവൻ ഐസാണ്. ഐസ് അടിച്ചമർത്തി നമ്മൾ പണ്ടൊക്കെ മുറ്റമൊക്കെ അടിച്ചമർത്തുന്ന ഇതില്ലേ, മണ്ണ് കുഴച്ച് മുറ്റമൊക്കെ, അതുപോലെ ഐസ് കൊണ്ട് ഉണ്ടാക്കിയ തറയാണിത്. ആ തറയിലാണ് സ്കേറ്റിംഗ് നടക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ മഞ്ഞുകാലത്തെ ഏറ്റവും വലിയൊരു വിനോദമാണ് ഐസ് സ്കേറ്റിംഗ്. അത് നല്ല പരിശീലനം ഉണ്ടെങ്കിൽ അതുപോലെ അപകടം കൂടാതെ അത് ചെയ്യാൻ പറ്റുള്ളൂ. പരിശീലനം കിട്ടാത്തവർക്ക്, ശരിക്കും നന്നായി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഇങ്ങനെയാണ് പരിശീലിക്കുന്നത്. ഈ സ്റ്റൂള് പോലെ കണ്ടില്ലേ, ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു ഇതുണ്ട്. അത് വെച്ചാണ് ആൾക്കാർ പരിശീലിക്കുന്നത്. പിന്നെ പരിശീലിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായി സ്വതന്ത്രമായിട്ട് ചെയ്യുന്നത് കാണാമല്ലോ. കണ്ടില്ല, ആ കുഞ്ഞൊന്ന് വീണു അവിടെ. പക്ഷെ എന്നാലും അതൊന്നും പ്രശ്നമാവുന്നില്ല. അത് അങ്ങനെയല്ലേ പരിശീലിക്കുന്നത്. കണ്ടില്ലേ, ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ ചെയ്താണ് പഠിക്കുന്നത്. പിന്നെ ഇതൊക്കെ അലങ്കാരങ്ങളാണ്, ക്രിസ്മസ് അലങ്കാരങ്ങൾ. പിന്നെ ഈ ശിശിരകാലത്തിൻ്റെ ഒരു മിനിയേച്ചർ ആണ് ഈ ഗ്ലോബിനകത്ത്, ഈ ഒരു വലിയ കൂടാരത്തിനകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് കാണാനുള്ളൊരു ദ്വാരം ഉണ്ട് ഇവിടെ. അതുവഴി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുവഴി കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്കൂടെ ഇങ്ങനെ പോയി നോക്കാം നമുക്ക്. പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും തണുപ്പ് ആഘോഷിക്കുവാണ്. ക്രിസ്മസ് ട്രീ
ഉണ്ടാക്കി വെച്ചോണ്ടില്ലേ. ശരിക്കും തണുപ്പ് കാലം ആഘോഷിക്കാൻ പറ്റുന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കാണുക, ആസ്വദിക്കുക, ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എല്ലാവർക്കും കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ കണ്ട കാഴ്ചകൾ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.